അഭൂതപൂർവമായ വിജയമാണ് യു ഡി എഫിനുണ്ടായത്. അത് യു ഡി എഫിൻ്റെ മഹത്വം കൊണ്ടാണെന്ന് യു ഡി എഫ് കരുതണ്ട. പിണറായിക്കെതിരെയുള്ള രോഷം ബി ജെ പി ഇവിടുത്തെ ഒരു ശക്തിയാണെന്ന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ അനുവാദമില്ലാതെ ആരും ഭരിക്കാൻ നോക്കണ്ട. അതായത് ഈ തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ വിജയമാണ് യു ഡി എഫിനുണ്ടായത്. അത് യു ഡി എഫിൻ്റെ മഹത്വം കൊണ്ടാണെന്ന് യു ഡി എഫ് കരുതണ്ട. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. യു ഡി എഫിൻ്റെ ഒരു കഴിവുമല്ല. സംഭവിച്ചത് പിണറായിക്കെതിരെയുള്ള രോഷം, ശബരിമല പ്രശ്നം. ശബരിമലയെ സംബന്ധിച്ചൊരു പാട്ടിറങ്ങിയത് അതിൻ്റെ വൈറലായിപ്പോയി. ആ പാട്ട് തന്നെയാണ് പിണറായിയെ കൊന്നത്. ചായാൻ ഒരു കാരണം. അത് ശക്തമായി അങ്ങ് പ്രതികരിച്ച ജനം ആർക്ക് വോട്ട് ചെയ്യണം? CPM ഇതിനായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ബി ജെ പി അതിന് മുന്നേ വന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബി ജെ പിയുടെ പരസ്യ പ്രചരണ പരിപാടികളിൽ അത്ര വിജയം ബി ജെ പി ഇതുവരെ നേടിയിട്ടില്ല. അപ്പോൾ എൽ ഡി എഫും യു ഡി എഫും എന്ന ശക്തമായ രണ്ട് മുന്നണിയെപ്പറ്റിയാണ് കേരളത്തെ ജനം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതിന് മാറ്റം വരുത്തി ബി ജെ പി മൂന്നാം മുന്നണി ശക്തമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിനുണ്ടായി വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്ക് വരും എന്നാണ് സത്യം. മാധ്യമങ്ങളുടെ ഒരു മനസാക്ഷി എന്താണെന്നറിയാൻ, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ റിപ്പോർട്ടിന് ബി ജെ പിക്ക് 11% വോട്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 22. എനിക്ക് അല്പം ഞാൻ ചില മാധ്യമ സുഹൃത്തുക്കളെ വെച്ച് വളരെ ചൂടായി പറയുകയും ചെയ്തു. പിറ്റേ ദിവസം ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി പത്രം എഴുതി 14%. ആ ക്രിസ്ത്യാനി പത്രം ഇപ്പോഴും 14 നിൽക്കുക. എന്നാൽ മനോരമയാകട്ടെ, മാതൃഭൂമിയാകട്ടെ, ദേശാഭിമാനി പോലും, കേരളകൗമുദി ആകട്ടെ, അതുപോലുള്ള പത്രങ്ങളൊക്കെ 20-ലെത്തി. ബി ജെ പിക്ക് 20% വോട്ടാണ്. ഞാൻ വളരെ കറക്റ്റായിട്ട് കണക്ക് നോക്കിയപ്പം 20.9% വോട്ട് ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായി കിട്ടിയിട്ടുണ്ട്. ബി ജെ പി എന്ന് പറയാതെ സ്വതന്ത്രന്മാരായി നിന്ന് ബി ജെ പി അനുകൂലമുണ്ട്. അവരുടെ വോട്ട് കൂടെ കൂട്ടുമ്പോൾ അതിലൊക്കെ എത്രയോ ശതമാനം വർദ്ധിക്കും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കും. യാതൊരു സംശയമില്ല. ബി ജെ പി ഇവിടുത്തെ ഒരു ശക്തിയാണെന്ന് തദ്ദേശ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബി ജെ പിക്ക് കഴിയുള്ള ഒരു വലിയ നേട്ടമാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും. യാതൊരു സംശയമില്ല. അടുത്ത 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അറിയാതെ ഒരു ഭരണം കേരളത്തിലുണ്ടാകില്ല. ഉറപ്പിച്ചിരുന്നോളൂ, ധൈര്യമായിട്ട്. അത് ഞങ്ങളുടെ അനുവാദമില്ലാതെ ആരും ഭരിക്കാൻ നോക്കണ്ട. എൻ്റെ അഭിപ്രായം നിർണായകമാണ്. എൽ ഡി എഫിൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൽ ഡി എഫ് എത്ര കുറഞ്ഞാലും അവർക്കൊരു സിസ്റ്റം വോട്ടുണ്ട്. ആ വോട്ട് കിട്ടും. ആ MLA കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരും അഹങ്കരിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ നിലനിൽക്കത്തുമില്ല. അങ്ങനെ വരുമ്പം ബി ജെ പിയുടെ മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഒരു സംശയമില്ല.